ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ജ്യൂസാണ്. നമ്മുടെ ABC ജ്യൂസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അറിയാലോ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? A ഫോർ ആപ്പിൾ, B ഫോർ ബീട്രൂട്ട്, C ഫോർ ക്യാരറ്റ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ജ്യൂസിന്. നമുക്കിത് ഡെയിലി കുടിക്കണമെങ്കിൽ നമുക്ക് ശരീരത്തിലൊക്കെ ബ്ലഡൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല വിറ്റാമിൻസൊക്കെ കിട്ടണ നല്ലൊരു ജ്യൂസാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ എന്തോരം ക്വാണ്ടിറ്റിയിലാണ് ജ്യൂസ് ഉണ്ടാക്കണത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം അതിൽ കൂടുതൽ കീടനാശിനികളൊക്കെ അടിച്ച് വന്നതാണ്. നല്ല ഒരു വെറൈറ്റി ജ്യൂസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ABC ജ്യൂസിലെ ആപ്പിളാണ്. അപ്പോൾ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ആപ്പിൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ABC ജ്യൂസിലെ രണ്ടാമത്തെ ബീഫ് ആയ ബീട്രൂട്ടാണ്. അത് നമ്മൾ ചെറുതായിട്ട് കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പച്ച കളർ ബീട്രൂട്ടാണ്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും നല്ല പച്ചയായിട്ടുള്ള ബീട്രൂട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റ്, അതായത് C ഫോർ ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ആപ്പിൾ ഇട്ടേക്കണോണ്ട് ആപ്പിളിൽ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 2-3 ടീസ്പൂണോളം മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ടീസ്പൂണാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. മധുരത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിത് അടിഞ്ഞ് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് തണുപ്പ് ജ്യൂസിന് ആവശ്യമില്ലെങ്കിൽ സാധാ പച്ചവെള്ളം ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റായിട്ട്, അതായത് കട്ട് ചെയ്യുന്നില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇത് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാം ഇതിൽ കിടന്ന് അടിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കട്ട പോലും ഇല്ലാതെയാണ് നമ്മളിത് അടിച്ച് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സർവ് ചെയ്യാം. നമ്മളിപ്പോൾ ചെറിയൊരു ഗ്ലാസ്സിലേക്കാണ് സർവ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഏത് ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത് ആ ഗ്ലാസ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ചെറിയ ഐസ് ക്യൂബ്, അതായത് നമ്മൾ ഐസ് ക്യൂബ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു 3-4 ടീസ്പൂണ് നിങ്ങളുടെ തണുപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ജ്യൂസ് അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് നല്ല തണുപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് നന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2 ഗ്ലാസ് ജ്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതായത് ചെറിയ 2 ഗ്ലാസ് ജ്യൂസ് നമ്മളെടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് ചെറിയ 2 ഗ്ലാസ് ജ്യൂസ് കിട്ടിയേക്കണം. നിങ്ങൾക്ക് വലിയ ഗ്ലാസ് ജ്യൂസ് വേണമെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. മധുരം നിങ്ങളുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ട് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. കസ്കസ് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്കസൊക്കെ ഇട്ട് നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.